ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും പോള റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിന് പേരിട്ടിട്ടുള്ളത് ഇതൽ പോള അല്ലെങ്കിൽ എയർ പോള എന്നൊക്കെയാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ്, അത്രയ്ക്ക് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഐറ്റം തന്നെ പറയാം, കാരണം നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എണ്ണയൊന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൽ പോളയിലേക്കുള്ള അരിയൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നേരിയ അരിയില്ലേ, തലശ്ശേരി ദം ബിരിയാണി വെക്കുന്ന അരി, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചരിയോ ബസുമതി അരിയോ ഏതും യൂസ് ചെയ്യുക. പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു അരി വെച്ച് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് എന്ന് പറയുന്നത് എൻ്റെത് ഇപ്പോൾ 250 ml 1.5 കപ്പിലാണ് അരി കുതിരാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ 3-4 തവണ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ. അത്രമാത്രം മതി, ഒരുപാട് വെക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ, എങ്കിലേ നമുക്കിതിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുന്നത്, നിങ്ങൾക്ക് പകരം ഓയിൽ വേണ്ടിയെങ്കിലും എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മാത്രം ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഈ ഒരു എണ്ണ മാത്രം മതിയായിട്ട് തന്നെ ഇനി എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എണ്ണയിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ ഒഴിക്കേണ്ട കേട്ടോ, അഥവാ ചിക്കനിൽ ഫ്രൈ ചെയ്തിട്ട് എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് ഒരുപാട് ഓയിലായിട്ടുള്ളൊരു ഫില്ലിംഗ് അല്ല ഇത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിലൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോളയ്ക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയങ്കര മോഡലായിട്ടുള്ള ഫില്ലിംഗ് ഒന്നും ചെയ്യേണ്ട കേട്ടോ, ഇതുപോലത്തെ നാടൻ ഫില്ലിംഗ് തന്നെ മതി. നമ്മുടെ സാധാരണ ഇറച്ചിപ്പത്തിരിക്കൊക്കെ ചെയ്യുന്ന സെയിം ഫില്ലിംഗ് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത്. പിന്നെ നമുക്ക് സവാള ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട, ഭയങ്കര കുത്തൽ വരും, അതുകൊണ്ട് തന്നെ ഇത്രയും മതി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നവരെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പൊടികൾ ചേർക്കുക കേട്ടോ, കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഫീലിംഗ് ആണ് കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഏതാണ്ട് പരിപാടിയൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയില, കറിവേപ്പില, അതൊക്കെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കില്ല, ചിലവർക്ക് ഒരുപാട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടാവും, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റൊക്കെ ഗരം മസാല പൊടിയുടെ കുറവോ അങ്ങനെ ഉപ്പിൻ്റെ കുറവോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ വേറെ ഒന്നിനും ചേർത്തില്ലല്ലോ, ചിക്കനിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിന് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആവും കേട്ടോ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതൾ പോളയിലേക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച അരിയില്ല, അതിൻ്റെ വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം പിന്നെ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അരി ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ, ഒട്ടും തന്നെ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, അത്രമാത്രം.
അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഒരുപാട് കൂടണ്ട. ഈ ഒരു 1.5 കപ്പ് അരിയിലേക്ക് ഇത് 3 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം, ഒരുപാട് വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പാൽ മൊത്തത്തിലൂടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അരി അരയാൻ പാകത്തിന് മാത്രം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരിയൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൽ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇതൾ പോളയ്ക്ക്. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിനെ മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ തരികൾ പാടില്ല കേട്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ പോളൊക്കെ അത്രമാത്രം സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കി നോക്കി ഒഴിക്കുക കേട്ടോ, അത്യാവശ്യം നമ്മുടെ മാവ് നല്ല ലൂസായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്, ഓവർ വെള്ളം പോലത്തെ പാലെടുക്കരുത്. തേങ്ങാപ്പാൽ അത്യാവശ്യം കട്ടിയോട് കൂടി തന്നെ പാല് പിഴിഞ്ഞെടുക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ലൂസ് എന്ന് പറയുന്നത് നല്ല ലൂസായിരിക്കണം കേട്ടോ, എങ്കിലേ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ ദോശമാവിലും അത്യാവശ്യം നല്ല ലൂസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്ക് അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ ബാക്കി വെച്ച പാല് മൊത്തത്തിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലപോലെ ലൂസായിക്കോട്ടെ, എങ്കിലേ അതിനനുസരിച്ച് സോഫ്റ്റ്നെസ് കൂടുള്ളൂ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. വെക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് വെച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇതൾ പോള സ്റ്റീം ചെയ്തെടുക്കുന്നതാണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ടുണ്ട്. നെയ്യ് എന്തായാലും തടവ് കേട്ടോ, അപ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക, പക്ഷേ നെയ്യാണ് കേട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ്. എന്നിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊരു 1-1.5 സ്പൂണോളം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഓവർ കട്ടിയിൽ ഒഴിക്കണ്ട കേട്ടോ, നേരെ ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടൊരു 1.5-2 സ്പൂണോളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ കട്ടിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിതറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത്. സ്പൂൺ വെച്ച് ഇടുമ്പോൾ ഒരു സൈഡിൽ ഒരുപാടായിപ്പോൾ, ഒരു സൈഡിൽ കുറച്ചായിപ്പോൾ, അതുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലും ഒരേ രീതിക്ക് തന്നെ ഫില്ലിംഗ് എത്തിക്കോളും. അപ്പോൾ ഇതാ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ അടിയിൽ പോയി നിൽക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് അടിയിലൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, കാണാനും നല്ല ഭംഗി ഉണ്ടാവും, കഴിക്കാനും നല്ല ഫ്ലേവർ വരും. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ, ഒരുപാട് ടൈമൊന്നും വേണ്ട. കാരണം നമ്മൾ നേരെ ലെയറായിട്ടല്ലേ ചെയ്തിട്ടുള്ള, ഒരു 4-5 മിനിറ്റൊക്കെ മാത്രം ധാരാളം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവർ കട്ടിയിൽ ഈ ലെയർ ഒഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല അടിയിൽ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഓവർ കട്ടിയിൽ ഒഴിക്കേണ്ട, കാരണം ഓരോ ലെയറായിട്ട് നമ്മൾ ലെയർ പോളയല്ലേ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓരോ ലെയറായിട്ട് നമ്മൾ ചുട്ടെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് കട്ടിയിലെടുക്കണ്ട. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ആയതിന് ശേഷം ഞാനിതാ സ്റ്റീമർ തുറക്കുന്നുണ്ട്. കണ്ടില്ല, നല്ലപോലെ ആവി വന്ന് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഒന്നിക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പ്ലേറ്റ് പതുക്കെ എടുക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഫ്ലെയിം. കാരണം ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ആവി കയ്യിൽ തട്ടാതെ. അപ്പോൾ ഇതുപോലെ ഞാൻ പതുക്കെ എടുത്തിട്ട് പ്ലേറ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ 2-3 പ്ലേറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കുക കേട്ടോ, എണ്ണ തടവിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിൽ വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഇതൾ പോളയ്ക്കുള്ള ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതുപോലെ ഒന്ന് അടിയിൽ നിന്ന് തട്ടിയിട്ട് ഇതുപോലെ ചുറ്റിച്ചൊന്ന് എടുത്തതിന് ശേഷം ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തിരക്കിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, പതുക്കെ സാവകാശം ചെയ്താൽ മതി. കാരണം അത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റല്ല, അതുകൊണ്ട് മുറിഞ്ഞു പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ലെയർ റെഡിയായി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ, ഈ ഒരു തിക്നെസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. ഒന്നിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ലെയറായിട്ട് കഴിക്കുക കേട്ടോ, ഡയറക്റ്റ് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ നമ്മളിത് ഇതൾ പോളയാക്കിയിട്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2-3 എണ്ണം വേറെതും ചുട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഡീറ്റെയിൽ
ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കട്ടിയിൽ തന്നെയാണ് ചുട്ടെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ പോളയാക്കി സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പണിയുമില്ല, നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒരു ലെയർ വെച്ചില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഓരോരോ ലെയർ, എത്രത്തോളം നിങ്ങൾക്ക് ലെയർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഓരോന്നോരോന്ന് ചുട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൾ പോള റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ നമുക്ക് പോള കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കരുതും ലെയർ ഇളകി പോകുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. അരിയാണ്, അതുപോലെ തന്നെ അത്രമാത്രം സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം ഒട്ടിപ്പിടിച്ചോളും, അങ്ങനെ ഇളകി പോകുന്ന രീതിക്കൊന്നും ആവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് സ്നാക്സ് ഒരേ മോഡലിൽ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി മാത്രമേ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടുന്നതന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്